ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് അമ്മമ്മയുടെ വീട്ടിലാണ്. ഞങ്ങൾ ഹരിഹരയിൽ റോസ്റ്റ് കഴിക്കാൻ പോവാണ്. അഴിയന്നൂര് ഹരിഹരയിൽ. കുഞ്ഞിനെ എന്തോ കുഞ്ഞിനോ ബൈക്കിൽ പോകാറുണ്ട് ഒരാൾ കയറി പോയതാണ്, പിന്നെ തിരിച്ചു വന്നിരിക്കണം. എന്താ കണ്ണൻകുട്ടി ആട്ടി വിട്ടു. ഞങ്ങൾ വഴിയിൽ വെച്ച് അമ്മമ്മേനെ കിട്ടിയിരിക്കുകയാണ്. അമ്മമ്മ രാവിലെ എണീച്ച് അമ്പലത്തിലൊക്കെ പോയി. ഞങ്ങളാണെങ്കിൽ കുളിക്കാതെ വന്ന് വണ്ടി കയറിയിക്കട്. ഇവിടെ ഈ വണ്ടിയിൽ കുളിച്ചവരാകെ 2 പേരേ ഉള്ളൂ, വല്യമ്മയും അമ്മമ്മയും. കണ്ടോ, കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് എന്റെ അമ്മമ്മ ചന്ദനക്കുറിയൊക്കെ ഇട്ടിട്ട് അമ്പലത്തിലൊക്കെ പോയി. കണ്ടോ, ഇതൊക്കെ ഒരു ഐശ്വര്യാണ്. നീ കുഞ്ഞിനുന്റെ മോതിക്ക് നോക്കൂ, 2-3 ദിവസമായി കുളിച്ചിട്ട്. കണ്ടോ, ഒരു ഐശ്വര്യ അമ്മമ്മേനെ കാണാൻ. ഇതാണ് ഇവിടത്തെ അമ്പലം, ചുണ്ടേക്കാട് ശ്രീകൃഷ്ണ ക്ഷേത്രം. അതിൻ്റെ ഉള്ളായിരുന്നു. ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് ഹരിഹരപുത്ര. അഴിയന്നൂരിൽ നിന്ന് കുറച്ചുള്ളിലായിട്ടാട്ടോ ഈ കട വരുന്നത്. ഇവിടെ നല്ല തിരക്കുണ്ട്, അതുകൊണ്ട് ഞങ്ങളോട് കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. നല്ല ചൂട് റോസ്റ്റ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ സാധാ റോസ്റ്റ്, ഗീ റോസ്റ്റ്, എഗ് റോസ്റ്റ്, ഈ 3 ഐറ്റംസ് ആണ് കേട്ടുള്ളത്. പക്ഷെ ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ചമ്മന്തി തന്നെയാണ് കേട്ടോ. ഞങ്ങളാണെങ്കിൽ ഇവിടെ സീറ്റ് കിട്ടണമെന്ന് നോക്കിയിട്ടിരിക്കുകയാണ്. അറ്റ് ലാസ്റ്റ് എനിക്കും കുഞ്ഞനും ഇവിടെ സീറ്റ് കിട്ടിയിരിക്കുകയാണ്. ആ ദോശ ഉണ്ടാക്കുന്ന ആൾ തന്നെ ഇതിൻ്റെ ഇവിടെ മാമനുണ്ട്. മാമൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കാവൽ നിൽക്കണം. മാമ രാവിലെ നേരത്തെ വന്ന് ഇവിടെ വന്ന് കഴിച്ചിട്ട് പോയ ആളാണ്. ഞങ്ങളെ വിളിച്ചതാണ്, അപ്പോൾ ഞങ്ങൾ പോയില്ല. ഇപ്പോൾ ഞങ്ങൾ പിന്നെ വിളിക്കേണ്ടത്. ഇവിടെ ഹെൽപ്പിന് നിന്നിട്ടുണ്ടായിരുന്ന ആൾ മരിച്ചിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ സൺഡേ ഒക്കെ ആയതുകൊണ്ട് ആളുടെ പേരക്കുട്ടികളായിരുന്നു അവിടെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നത്. ഞാൻ ഈ ആളുടെ പേരക്കുട്ടിയെന്ന് ഉദ്ദേശിച്ചത് ഈ ഓണറുടെ പേരക്കുട്ടിയെന്നാണ് കേട്ടോ. അങ്ങനെ നല്ല മുട്ട ദോശയും ചമ്മന്തിയൊക്കെ ആയിട്ട് എൻ്റെ പൊന്നോ എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ. ഞങ്ങളാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു കോഫിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല തിരക്കായതുകൊണ്ടേ കിട്ടാൻ കുറച്ച് ലേറ്റായി. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് വേഗം ഇവിടെ ആൾക്കാർക്ക് സീറ്റ് കൊടുത്തു. കോഫി നമുക്ക് പുറത്തുനിന്നായാലും കുടിക്കാമല്ലോ. ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ അപ്പുറത്തൊരു യൂട്യൂബർ ഇരുന്ന് വീഡിയോ എടുക്കണ്ടായിരുന്നു കേട്ടോ. ആളുടെ മുന്നിൽ നമ്മൾ വെറും ശിശുവാണ്, എന്നാലും നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഉള്ളിൽ നല്ല തിരക്കായതുകൊണ്ട് പുറത്തിറങ്ങിയിട്ടാണ് കുഞ്ഞാവ് കോഫി കുടിക്കുന്നത്. ഈ തിരക്കൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടോ ഈ കടയ്ക്ക് എത്ര ഫാൻസ് ഉണ്ട്. ഞാനും കുഞ്ഞിനാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് വേഗം ഇറങ്ങി. അപ്പോൾ ആണെങ്കിൽ അവിടെ ഫുഡിൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പിന്നെ അമ്മായിക്ക് വേണ്ടിയിട്ട് ഒരു ദോശ പാഴ്സലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മേനെയും വലിയമ്മേനൊന്നും കാണാനില്ലല്ലോ കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയി നോക്കുമ്പോഴാണേ നമ്മുടെ നാടാണല്ലോ. അപ്പോൾ നമ്മുടെ കുറേ പഴയ പരിചയക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് ഇങ്ങോട്ട് നടന്നിട്ട് ഇങ്ങോട്ട് എത്തണില്ല. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇനി പോയിട്ട് റെഡി ആയിട്ട് വേണം. നമ്മുടെ ബൊട്ടിക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിൻ്റെ ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് പോയി റെഡി ആവണം, സാരി ഉടുക്കണം, കാര്യങ്ങളുണ്ട്. ഹായ്, അപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങി. ആദ്യം നമ്മൾ ഇവിടെ അടുത്തൊരു സ്പോട്ടുണ്ട്, അവിടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അന്നത്തെ കോസ്റ്റ്യൂം കണ്ടല്ലോ അല്ലേ, അടിപൊളി സാരിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും റീലൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും അത് പോയി ചെക്ക് ചെയ്യണം. പിന്നെ ഒരാളും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ വന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ. പിന്നെ ഞങ്ങൾ എല്ലാവരും അപ്പോൾ ഒരു നാടൻ വേഷത്തിലേക്ക് അതെ, അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരുങ്ങും, റെഡി ആയിട്ടായിരിക്കും. ടൈം കിട്ടിയില്ല ഒരുങ്ങാൻ. ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ഡ്രസ്സ് മാറ്റി മാത്രമേ ചെയ്തുള്ളൂ. അടുത്ത സ്ഥലത്തിലോട്ട് പോകുമ്പോൾ മാത്രമേ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്തു. ഇതാണ് നമ്മുടെ മേക്കു ഇവിടെ എത്തിയിട്ടുണ്ട്. പറഞ്ഞില്ലേ, ഫോണൊക്കെ നോക്കി നിൽക്കുകയാണ് അവിടെ. വണ്ടി അവിടെ നിർത്തിക്കോ, വന്നിട്ട് തിരിച്ചു വരുമ്പോ വണ്ടി എടുക്കാം. 2-3 അമ്പലത്തിലായിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോസൊക്കെ എടുത്തത്. പിന്നെ അപ്പോഴേക്കാണെങ്കിൽ ചെറുതായിട്ട് മഴയൊക്കെ ചാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആയത് മതി കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ഞങ്ങളുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഒരു ചായക്കട കണ്ടു. ഇത്ര നേരം നല്ല ചുട്ട് പൊള്ളി നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു മഴ ചാറി. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ചായ കുടിക്കണമെന്ന് തോന്നി. ഞങ്ങളിവിടെ നിർത്തി 2 കോഫിയും ചായയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞാവ് വടയൊക്കെ ചോദിച്ചു വാങ്ങുന്നുണ്ട്. ആ മാമയ്ക്കാണെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാ വടയും ഒരേ സൈസാണോ, വലുതൊന്നും ഇല്ലേ എന്ന്. അതെൻ്റെ ഡൗട്ടല്ല, അല്ല, അതാ മാമയുടെ ഡൗട്ടായിരുന്നു. മാമയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് വട എടുത്ത് തരാൻ നിൽക്കണം. ഇവിടെ കടയിലുള്ളതാണോ അതോ അവിടേക്ക് സാധനം വാങ്ങാൻ വന്നതാണോ എന്നറിയില്ല. അവിടേക്ക് സാധനം വാങ്ങാൻ വന്ന ആളത്രേ. അപ്പോൾ ചായയും കാപ്പിയൊക്കെ വന്നു, നല്ല ചായയാണ്. പിന്നെ 2 പേരും പിന്നെ അവിടെ ഉഴുന്നുവട തിന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു, കാരണം ഞാൻ രാവിലെ ഇവരെ കൂട്ടാതെ ഉഴുന്നുവട കഴിച്ചായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ വേണ്ടാന്ന് വെച്ചു. കുടിക്കൂ. എങ്ങനെയുണ്ട്? വിത്തൗട്ട് മധുരം ആണോ? ഞങ്ങൾ വലിയ വിത്തൗട്ടുകാരാണ്.
പക്ഷെ ചായയിൽ മാത്രം വിത്തൗട്ട്, ബാക്കി എല്ലാം വിത്താണ്. ഇവിടെയുള്ള എപ്പോഴുള്ള അവസ്ഥ. ഞങ്ങൾക്ക് എല്ലാവർക്കും ചൂടോടെ വേണം. പക്ഷേ ഇവിടെ ആസ്വദിച്ച് മെല്ലെ സ്ലോ മോഷനിൽ എത്ര നേരം വൈകിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഒരാൾ ചായ കുടിക്കും. സ്വത്തുമതാ സോഡ വാങ്ങാൻ വേണ്ടി പോയിരുന്നു. കുഞ്ഞാവയ്ക്ക് ഏത് സോഡയാണ് വേണ്ടത്? ജീരക സോഡ. ജീരക സോഡ എത്ര കുഞ്ഞാവയ്ക്ക് വേണ്ടത്? അപ്പോൾ ജീരക സോഡ വാങ്ങണം. അമ്മായിമാർക്ക് സിപ്പപ്പ് ഉണ്ടോ നോക്കണം. പിന്നെ പുളിമുട്ടായി കഴിക്കാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു, പക്ഷെ പുളിമുട്ടായി എപ്പോഴും കിട്ടാറില്ല. കുഞ്ഞാവേനെ അപ്പോഴേക്കും പരിചയമുള്ള ഒരാൾ കണ്ടു. കുറേ ആയിട്ട് തപ്പിക്കൊണ്ടിരിക്കണം, ഞങ്ങളല്ല ഞാൻ കുറേ ആയിട്ട് തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം കിട്ടി. നമ്മൾ വിചാരിക്കുന്നത് ആകെ കുറച്ചേ പണ്ടത്തെ ഉള്ളത് പുതിയതാണ്. ഇത്രയും പുളിമുട്ടായാണ് വാങ്ങിച്ചിരിക്കണേ. ഇതിന്റെ പകുതി അവിടെ കാണിച്ചാൽ മതി കേട്ടോ. എനിക്കും കൂടെ തായോ? ഇതിനൊന്നിന് 1 രൂപ. അതെ. ഇനിയിപ്പോ കവർ പോലും ഇവര് വെറുതെ വിടില്ല. ഇവരല്ല, ഞാൻ കാലങ്ങളായി പറഞ്ഞാൽ ഒറിജിനൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ശോഭാസാണ് നമ്മളെപ്പോഴും വാങ്ങിക്കുന്നത്. അല്ല, പുളി വേണമല്ലോ സാധനം. മറ്റേതല്ല ഈ സാധനം. കുഞ്ഞവിടെ അടുത്ത ലുക്ക്. ലാബിയേട്ടൻ കാർ എടുക്കണു. അപ്പു ഇതാ റെഡിയായി നിൽക്കണു. ഇപ്പൊ പോകുമ്പോ എല്ലാവരും ഉണ്ട് കേട്ടോ. നല്ല വെയിലൊക്കെ ഉണ്ട്. സ്വത്തുമ്മ അതാ പുറപ്പെടാൻ പോയതാണ്. ഇതാ അവിടെ ചെറിയ പണിയൊക്കെ നടക്കാണ് വീട്ടില്. അതിൻ്റെതായ തിരക്കുകളിലാണ് എല്ലാവരും. അമ്മായിമാരതാ ടാറ്റ തരാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. എല്ലാവരും കൂടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. അഭിയാണ് വണ്ടി ഓടിക്കണ. അങ്ങനെ ഷൂട്ടും കാര്യങ്ങളൊക്കെ വേഗം തീർത്തിട്ട് പോണ വഴിക്ക് ഓരോ കോഫിയും കൂടെ കുടിച്ചിട്ട് പരിപാടി അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.